ആധ്യാത്മികവും സാംസ്കാരികപരവുമായുള്ള മുന്നേറ്റത്തെക്കുറിച്ചും പ്രതിസന്ധികളും വെല്ലുവിളി നേരിടുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെപ്പറ്റി ഹിന്ദു ഐക്യവേദിക്ക് എന്താണ് പറയാനുള്ളത്? കൂടുതലും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങളിലൊക്കെ ആത്മഹത്യകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ തന്നെ ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹിന്ദു ഐക്യവേദിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും? വളരെ വലിയൊരു വിഷയമാണത്. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ സാമ്പത്തികമായി പരാധീനത നേരിടുന്ന സമൂഹം അല്ലെങ്കിൽ ആളുകൾ അവർ ഒടുവിൽ ഇപ്പോൾ കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് എടുക്കുമ്പോൾ ഹിന്ദുക്കളാണ് വലിയ തോതിൽ ആത്മഹത്യ ചെയ്യുന്ന സമൂഹം. സാമ്പത്തിക പരാധീനതയുണ്ട്, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ ഉണ്ട്. അതിലൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ എക്കണോമിക്കലി എംപവർ ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ആത്മവിശ്വാസത്തോടെ നിലനിൽക്കാൻ പറ്റൂ, സംശയമൊന്നുമില്ല. അതിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ അങ്ങനെ സാമ്പത്തിക സ്വാശ്രയത്വത്തോടു കൂടിയിട്ടുള്ള ഒരു ഹൈന്ദവ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മൾ നേരിടുന്നൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരണം. കൃഷി ചെയ്യാൻ, വ്യവസായം തുടങ്ങാൻ, കച്ചവടം ചെയ്യാൻ റീസണബിളായിട്ടുള്ള ഒരു റിസ്ക് എല്ലാ കാര്യത്തിലുണ്ട്. ആ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ വ്യവസായം നടത്താൻ അത്തരം മേഖലകളിലേക്ക് ഹിന്ദു സമൂഹം ഇറങ്ങി തിരിച്ചേ മതിയാവും. കൺവെൻഷനലായിട്ട് ചെയ്തു വരുന്ന പ്രവൃത്തി കൊണ്ട് മാത്രം ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൽ നിന്നും, ഗുമസ്തൻ്റെ മനോഭാവത്തിൽ നിന്നും, ഗുമസ്തപ്പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൃത്യമായ മാസവരുമാനം കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതിടത്ത് നിന്ന് ഈ മാറ്റം ആരംഭിക്കണം. വ്യവസായങ്ങൾ തുടങ്ങാനായിട്ടുള്ള, അപ്പോൾ അത്തരം വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ അവരെ സഹായിക്കാനുള്ള മനസ്സ് ചുറ്റുപാടുള്ള സമൂഹത്തിനുണ്ടാവണം. സാമ്പത്തികമായിട്ട് മാത്രമല്ല, അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് അവരോടൊപ്പം നമ്മളുണ്ട് എന്നൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് പെരുമാറാൻ ഹിന്ദു സമൂഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു സൊസൈറ്റി, ഒരു സമാജം എന്ന നിലയ്ക്ക് ഹിന്ദു സമാജം മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ സമാജത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓരോ ഹിന്ദുവിനും തോന്നണം. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ എൻ്റെ സമാജമുണ്ട് എന്നൊരു തോന്നൽ ഹിന്ദു സമൂഹത്തിന് വരേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ ഹിന്ദു ഐക്യവേദിയൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ്. ഹിന്ദു സമാജത്തിൽ ഒരു സമാജം എന്ന ചിന്താഗതി ഉണ്ടാക്കും. ഒരുപാട് സമയം പിടിക്കും. കാരണം ഹിന്ദുക്കൾ അങ്ങനെ സ്വഭാവേന അങ്ങനെയുള്ളൊരു സമൂഹമല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു സമാജം എന്ന നിലയ്ക്ക് ജീവിച്ച പാരമ്പര്യം ഹിന്ദു സമൂഹത്തിന് വളരെ കുറവാണ്. പല കാരണങ്ങളുണ്ട് അതിന്. ഒട്ടനവധി വൈദേശിക ആക്രമണങ്ങൾ, ജാതി, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളെ കൊണ്ട് ഭിന്നിച്ചു പോയ ഒരു സമൂഹം. അവർ സമൂഹത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ആ സമൂഹത്തിന് വീണ്ടും നമ്മളൊരു സൊസൈറ്റിയാണ് എന്ന് ഭാവന പകർന്നു കൊടുത്ത് അവരിലേക്ക് ഈ ഒരു ചിന്താഗതി വളർത്തിക്കൊണ്ടുവന്ന് അവരെ ഒരു സമാജമാക്കി മാറ്റിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുള്ളൂ. ഇപ്പോൾ നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ? എത്ര പേരെ സഹായിക്കാൻ പറ്റും? അപ്പോൾ ഹിന്ദു സമൂഹത്തെ അതിന് സജ്ജനാക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ട വഴികൾ തുറന്നു കൊടുക്കുക, അവർക്കതിൻ്റെ മാർഗദർശനങ്ങൾ കൊടുക്കുക. അപ്പോൾ അത്തരം ഹിന്ദു ഐക്യവേദി തന്നെ കഴിഞ്ഞ തൃശ്ശൂർ നടന്ന സമ്മേളനത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കുറേ പദ്ധതികൾ, ആ പദ്ധതികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ പദ്ധതികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഏതൊക്കെ പദ്ധതികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം, ആ പദ്ധതികളിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാം, കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാം, ഇങ്ങനെയുള്ള ഒരു ക്ലാസ് തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. പക്ഷെ അതൊക്കെ വളരെ ശുഷ്കമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിലേക്കൊരു കാൽവെപ്പ് നമ്മൾ നടത്തുകയാണ്. ഇത് വളരെ എല്ലാവരും കൂടിയും ചേർന്ന് നടത്തേണ്ട ഒരു പ്രവർത്തനമാണ് എന്ന് തോന്നുന്നു. കാരണം ഹിന്ദു ഐക്യവേദിക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഹിന്ദു ഐക്യവേദി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. തീർച്ചയായും കേരളത്തിൽ വളരെ സ്വാധീനമുള്ള NSS, SNDP തുടങ്ങിയിട്ടുള്ള സംഘടനകളും അവരുടേതായിട്ടുള്ള രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും കൂടിയും പരിശ്രമിച്ചുകൊണ്ട് കേരളത്തിൽ ഈ തരത്തിൽ ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ എക്കണോമിക് എംപവർമെൻറ്റിലേക്ക് ഹിന്ദു സമൂഹത്തെ നയിക്കാൻ
എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.